ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ കൂടെ തിരുസന്നിധി ഇൻ ഹിസ് പ്രസൻസ് എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃപയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് കൃപ ഒരു യുഗമാണ്. യുഗപരമായ പഠനത്തെ നാം വിശകലനം ചെയ്യുവാൻ തുടങ്ങി. ഇവിടെ ഓരോ കാലഘട്ടത്തിലും കൃപയുടെ വ്യത്യസ്തമായ ഇടപെടലുകൾ ചരിത്രത്തിൽ ഉണ്ടായത് എങ്ങനെയെന്ന് സസൂക്ഷ്മം കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. പ്രിയമുള്ളവരെ, ഈ പഠനങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. ഇത് വളരെ ആഴത്തിലുള്ള അടിസ്ഥാനപരമായി നിങ്ങളെ കൃപയുടെ ജീവിതാനുഭവങ്ങളിൽ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും നിങ്ങളെ കൃപയിൽ സമ്പന്നരാക്കുവാനും ഈ വചന ധ്യാനത്തിന് കഴിയും. നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ കൃപായുഗം എന്ന് വിളിക്കുന്നു. ഈ ന്യായപ്രമാണ യുഗവും കൃപായുഗം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു എന്ന് നാം അറിയുന്നു. കൃപയെ കൊണ്ടുവന്നത് യേശുവാണ്. ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു, ക്രിസ്തു മുഖാന്തരം കൃപ വന്നു. മോശ ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനാണെങ്കിൽ കൃപയുടെ പ്രമാണത്തിന്റെ മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു അത്രേ. റോമാലേഖനം 6:14 പറയുന്നു, നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനരാകുന്നത്. വീണ്ടും ഞാൻ വ്യക്തമാക്കട്ടെ, പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പാപത്തിന് മരിച്ചവരാണ്. റോമാലേഖനം 6:2-10 വാക്യം. അതുപോലെ തന്നെ മറ്റൊരു ചിന്തയാണ് 7-6 വാക്യം. നാം പാപത്തിന് മരിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നാം ന്യായപ്രമാണം സംബന്ധിച്ചും മരിച്ചവരാണ്. പാപസംബന്ധമായി മരിച്ചു പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതുപോലെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ച് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ദയവായി റോമാലേഖനം 7:6 നാം വായിച്ച് പഠിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യലേഖനം 2:16, 3:11. ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നില്ല. യാതൊരു സൽക്കർമ്മങ്ങളും ആത്മരക്ഷയ്ക്ക് കാരണമാകുന്നില്ല. എഫേസ്യ ലേഖനം 2:6-8 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 3:5. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവകൃപയുടെ അനിവാര്യത ഉണ്ടാകുന്നത്. എന്താണ് ന്യായപ്രമാണം ചെയ്യുന്നത്? ഏത് ഉത്തമനായ മനുഷ്യനെ ന്യായപ്രമാണം കുറ്റം വിധിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ കാരണം? ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നിൽ തെറ്റിയാൽ നാം സകലത്തിലും തെറ്റിയതായി കണക്കാക്കും. എല്ലാം ശരിയാക്കി ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി എന്ന് പരിഗണിക്കപ്പെടും. അത് ന്യായപ്രമാണത്തിന്റെ ഒരു പ്രകൃതിയാണ്. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. ഈ പ്രമാണം പാപത്തെ പാപമാണെന്ന് പറയുക വഴി പാപത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുത്തി കാണിച്ചു. വളരെ അടിസ്ഥാനപരമായ ഒരു വാക്യം ഇതിനോട് ചേർത്ത് നാം പഠിക്കേണ്ടതുണ്ട്. എബ്രായ ലേഖനം 8:7. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഏതായിരുന്നു ഒന്നാമത്തെ നിയമം? എന്തായിരുന്നു ഒന്നാമത്തതിന്റെ കുറവ്? അത് മോശ നൽകിയ ന്യായപ്രമാണമല്ലാതെ മറ്റെന്താണ്? ആ പ്രമാണത്തിന് ആരെയും നീതീകരിക്കുവാൻ കഴിയുകയില്ല എന്നതായിരുന്നു അതിന്റെ കുറവ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വളരെ ശക്തമായി റോമാലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്, നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകുന്നത്. പ്രിയമുള്ളവരെ, നിയമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായിട്ടുള്ള സബ്ജക്റ്റാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ന്യൂ ടെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ഒരു സെൻട്രൽ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കൃപയാലുള്ള ആത്മരക്ഷ. അവിടെ ഏതെങ്കിലും പ്രമാണത്തിനോ കൽപ്പനയ്ക്കോ പഴയ നിയമത്തിന് മധ്യസ്ഥനോ പുരോഹിതന്മാർക്കോ യാഗങ്ങൾക്കോ ഇനി പ്രസക്തിയില്ല. ഏകയാഗത്താൽ ക്രിസ്തു നമുക്ക് വേണ്ടി സൽഗുണപൂർത്തി വരുത്തി. നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നിരിക്കുന്നു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കർത്താവ് കാൽവരി ക്രൂസിൽ സാധിപ്പിച്ചു. ഇതിനെല്ലാം കാരണമായി തീർന്നത് ദൈവകൃപയാണ്. പാപമോചനത്തിലുള്ള ഏക വ്യവസ്ഥ ദൈവകൃപയാണ് എന്ന് അടിവരയിട്ട് പറയുന്നു. ഞാൻ വീണ്ടും വ്യക്തമാക്കട്ടെ, അതിനോടുകൂടി ലോകത്തിന് യാതൊരു വ്യവസ്ഥകളും കൂടി ചേർക്കപ്പെടുന്നില്ല. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കൃപയാലുള്ള പാപമോചനം നാം സൗജന്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധീകരണത്തിന്റെയും വേർപാടിന്റെയും ശുദ്ധീകരണത്തിന്റെയും ആവശ്യകത ഇല്ലെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പലർക്കും ഒരു തോന്നൽ ഉണ്ട്, 100% നാം ദൈവകൃപയിലാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നെങ്കിൽ, മനുഷ്യന്റെ യാതൊരു അയോഗ്യതയും പരിഗണിക്കാതെ കൃപയാൽ രക്ഷിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വിശുദ്ധീകരണത്തിനും രൂപാന്തരത്തിനും മനസാന്തരത്തിനൊന്നും അമിത പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ വീണ്ടും വ്യക്തമാക്കുന്നു, കൃപയാലുള്ള പാപമോചനം പലപ്പോഴും നാം തെറ്റായിട്ട് ധരിച്ചിരിക്കുന്ന പോലെയല്ല. ദൈവകൃപ നഷ്ടപ്പെട്ട ഒരു പാപിയെ സൗജന്യമായി അർഹത പരിഗണിക്കാതെ സമ്പൂർണ്ണമായി രക്ഷിക്കുന്നു. ആ വ്യക്തി കൃപയാൽ ഈ രക്ഷ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതേ കൃപ നിങ്ങൾ ഈ ഭാഗം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം. തീത്തോസ് ലേഖനം 2:10-12 വരെ ദയവായി വാക്യങ്ങൾ വായിച്ചു പഠിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കുവാനും ലോകത്തിൽ ഭക്തിയോടും നിർമ്മലതയോടും ജീവിക്കുവാനും ഈ കൃപ നമ്മെ പരിശീലിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും ശക്തമായി ഊന്നി പറയട്ടെ, കൃപയാലുള്ള പാപമോചനം പാപജീവിതത്തിലുള്ള അനുമതി പത്രമല്ല. പ്രിയമുള്ളവരെ, ആദിമസഭ നേരിട്ട വലിയൊരു പ്രതിസന്ധി ഇതോടുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഒരാശയോടെ പറഞ്ഞ് ഇന്നത്തെ ഈ
മോർണിംഗ് മെസ്സേജ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില ആചാരങ്ങളോടുകൂടെ, ആചാര സിദ്ധാന്തം എന്ന് പറയും, സെർമോണിയലിസം, ശക്തമായി ഈ വാദങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു ചിന്താധാര അപ്പോസ്തല പ്രവൃത്തിയിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. പരിശോധനയും മറ്റു വിശുദ്ധ കർമ്മങ്ങളും ചില പ്രവൃത്തികൾ കൂടെ രക്ഷയോടുകൂടെ ആവശ്യമാണെന്ന് ഒരു ഉപദേശ സംഹിത രൂപപ്പെട്ടു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തിയോടെ പുതിയ നിയമത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കുവാൻ റോമാലേഖനം 11:6 ഇപ്രകാരം രേഖപ്പെടുത്തി: പ്രവൃത്തിയാലെങ്കിൽ കൃപയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഒറ്റ സെന്റൻസിൽ മുളച്ചു വരാവുന്ന എല്ലാ വിഷവിത്തുകളെയും വലിച്ചു പറിച്ചെറിഞ്ഞു കളയും. കൃപയും പ്രവൃത്തിയും കൂടെ പാപമോചനത്തിന് വേണ്ട, കൃപ മാത്രം മതി എന്ന് അപ്പോസ്തലൻ ഉച്ചൈസ്തരം പ്രസ്താവിച്ചു. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ വർക്കിന് പ്രാധാന്യമില്ലാത്തത്. ഒരാളുടെ വർക്ക് മാത്രമേ ഉള്ളൂ. അത് പുത്രന്റെ നിവർത്തിക്കപ്പെട്ട ദൗത്യമായിരുന്നു. പുത്രൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ആശ്രയിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, പുത്രൻ സമ്പാദിച്ച് നൽകിയ രക്ഷ നിങ്ങൾ ദാനമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയട്ടെ, കൃപയെ പ്രവൃത്തികളുമായി കൂട്ടിക്കുഴക്കരുത്. അതികഠിനമായ അധ്വാനങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ സ്വർഗത്തിലെത്തുവാൻ മനുഷ്യൻ സ്വയം നിർമ്മിച്ച കോവേണിയാണ് ഓരോ കർമ്മ പദ്ധതികളും. എന്നാൽ കൃപയോ വിശ്വാസത്താൽ ഏതൊരാളെയും സ്വർഗത്തിലേക്ക് ഉയർത്തുവാനുള്ള ശക്തി നിക്ഷേപിച്ച് ദൈവം കനിഞ്ഞു നൽകിയ ഒരു ലിഫ്റ്റ്, എലിവേറ്ററാണ്. കർമ്മങ്ങൾ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലെത്തുവാനുള്ള അധ്വാനമാണ്. കൃപയാകട്ടെ ദൈവം മനുഷ്യന്റെ അടുക്കലെത്തുവാൻ ഉപയോഗിച്ച ഒരു ചാലാണ്. പ്രവൃത്തിയാലുള്ള രക്ഷ പ്രിയമുള്ളവരെ, അത് യേശുവിന്റെ കാലത്തും അതിനുശേഷമൊക്കെ പരീശന്മാർ തെരഞ്ഞെടുത്തതാണ്. എന്നാൽ കൃപയാലുള്ള രക്ഷ ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും പാപികളുടെയും പ്രത്യാശയാണ്. റോമാലേഖനം 11:6 ഒന്നുകൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഒരിക്കൽ കൂടെ പറയുന്നു, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.